പത്തനംതിട്ടയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി നടൻ ഉണ്ണി മുകുന്ദനോ അതോ പി.സി. ജോർജോ? ഇക്കാര്യത്തിൽ ഇന്ന് വ്യക്തത വരും. പി.സി. ജോർജ് നേതൃത്വം നൽകുന്ന കേരള ജനപക്ഷം ബി.ജെ.പിയിലേക്ക് ചേരും. പി.സി. ജോർജിന്റെ പദവിയിലടക്കം തീരുമാനം എത്തും. പത്തനംതിട്ടയിൽ പി.സി. ജോർജ് സ്ഥാനാർത്ഥിയായാൽ കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിലും ഇതനുസരിച്ച് മാറ്റം വരുത്തും. ഇതിന്റെ ഭാഗമായുള്ള ചർച്ചകൾക്കാണ് പാർട്ടി ചെയർമാൻ പി.സി. ജോർജ്, മകൻ ഷോൺ ജോർജ്, ജോർജ് ജോസഫ് കാക്കനാട് എന്നിവർ ഡൽഹിയിലേക്ക് എത്തിയത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, കേരളത്തിന്റെ ചുമതലയുള്ള പാർട്ടി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ എന്നിവരുമായി ചർച്ച നടത്തിയ ശേഷം ചർച്ച നടത്തിയ സംഘം ഇന്ന് ബി.ജെ.പി. ദേശീയ പ്രസിഡന്റ് ജെ.പി. നഡ്ഡ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തുമെന്നാണ് വിവരം. ഇതിനുശേഷമാകും ലയനകാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. എല്ലാ നേതാക്കളെയും ഉപാധികളില്ലാതെ ബി.ജെ.പിയിൽ അംഗത്വം എടുക്കുമെന്നാണ് സൂചന. 2 മാസമായി നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും ബി.ജെ.പിയിൽ ചേരണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണെന്നും പി.സി. ജോർജ് പ്രതികരിച്ചിരുന്നു. പാർട്ടി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ടയിലേക്ക് ബി.ജെ.പി. നടൻ ഉണ്ണി മുകുന്ദനെയും പരിഗണിക്കുന്നുണ്ട്. എന്നാൽ പി.സി. ജോർജ് മത്സരിക്കാൻ സന്നദ്ധമായ സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ പി.സി. ജോർജിന് സാധ്യത ഏറെയാണ്. ബി.ജെ.പി. കേന്ദ്ര ആസ്ഥാനത്ത് വെച്ച് ജോർജ് അംഗത്വം വാങ്ങുമെന്നാണ് സൂചന. കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തെ ബി.ജെ.പിയിലേക്ക് അടുപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ എന്നാണ് പ്രധാന ആരോപണം. അനിൽ ആന്റണിക്ക് പിന്നാലെ പത്തനംതിട്ടയിലെ ഓർത്തഡോക്സ് വൈദികനും ബി.ജെ.പിയിൽ എത്തിയിരുന്നു. ഇതിനൊപ്പം പി.സി. ജോർജ് എത്തുമ്പോൾ ന്യൂനപക്ഷത്തിലേക്ക് കൂടുതൽ അടുക്കാനാകുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. തൃശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളിൽ ഈ വരവ് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. പാലക്കാടും ബി.ജെ.പി. ശക്തമായ മത്സരം കാഴ്ചവെക്കും. കൂടുതൽ ക്രൈസ്തവ നേതാക്കളെ ബി.ജെ.പിയിൽ എത്തിക്കാനുള്ള ശ്രമം ദേശീയ നേതൃത്വം തുടരുമെന്നാണ് സൂചന. കഴിഞ്ഞ കുറച്ചു നാളുകളായി എൻ.ഡി.എ അനുകൂല നിലപാടുകളായിരുന്നു പി.സി. ജോർജിന്റെ നേതൃത്വത്തിലുള്ള ജനപക്ഷം പാർട്ടിയുടേത്. ഘടകകക്ഷിയാവുകയല്ല, മെമ്പർഷിപ്പ് എടുത്ത് ബി.ജെ.പി. പാർട്ടിയുടെ ഭാഗമാകാനുള്ള ഔദ്യോഗിക തീരുമാനമാണ് എടുത്തിട്ടുള്ളതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നാണ് വിവരം. ബി.ജെ.പിയിൽ ചേരുന്ന തീരുമാനം ശരിയാണോ എന്ന് പരിശോധിക്കാനായി 5 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചതായും അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുത്തതെന്നും ഇത് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചെന്നും പി.സി. ജോർജ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്നു പി.സി. ജോർജ്. കേരള കോൺഗ്രസിന്റെ വിവിധ പാർട്ടികളിൽ അംഗമാവുകയും ലയിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജെ, കേരള കോൺഗ്രസ് എം തുടങ്ങിയ പാർട്ടികളിൽ പ്രവർത്തിച്ച ജോർജ് കേരള കോൺഗ്രസ് സെക്യുലർ എന്ന പേരിൽ സ്വന്തം പാർട്ടിയും രൂപവൽക്കരിച്ചിരുന്നു. തുടർന്ന് കേരള കോൺഗ്രസ് എമ്മിൽ കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടി ലയിക്കുകയായിരുന്നു. 2017 പി.സി. ജോർജ് വീണ്ടും ജനപക്ഷം എന്ന പാർട്ടി രൂപവൽക്കരിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതിനുശേഷമാണ് പി.സി. ജോർജ് ബി.ജെ.പിയിലേക്ക് കൂടുതൽ അടുക്കുന്നത്. ജോർജിന്റെ പാർട്ടി മുൻപ് എൻ.ഡി.എയിൽ ചേർന്നിരുന്നുവെങ്കിലും ആ ബന്ധം അധിക നാൾ നീണ്ടിരുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഭരണ നേട്ടങ്ങളെ കണക്കിലെടുത്ത് അദ്ദേഹത്തെ പിന്തുണക്കുക എന്നാണ് പാർട്ടി പ്രവർത്തകരുടെ പൊതുവികാരം. ഇതും കൂടെ കണക്കിലെടുത്താണ് ബി.ജെ.പിയിൽ ലയിക്കുന്ന കാര്യം പരിഗണിച്ചത് എന്നാണ് ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത്.